ഒരു വെരി ഗുഡ് മോർണിംഗ് പറഞ്ഞു തുടങ്ങുന്നതാണ് നമ്മളുടെ വാർത്താ പ്രഭാതയാത്ര. പക്ഷേ ആ ഗുഡ് മോർണിംഗ് ഇന്ന് ഗുഡ് എന്ന് പറയാൻ കഴിയാത്ത വിധം സാഡായിരിക്കുന്നൊരു പ്രഭാതത്തിലാണ് ഞാൻ പ്രേക്ഷകർക്കൊപ്പം ചേരുന്നത്. വള്ളംകളിയുടെ ആവേശത്തിൽ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കൊപ്പം ചേരാൻ പുന്നമടക്കായലിലേക്ക് പോകേണ്ടവരായിരുന്നു ഞങ്ങൾ റിപ്പോർട്ടർ ടി വിയിലെ വാർത്താസംഘങ്ങൾ എല്ലാവരും. ഒരു സംഘം തീർച്ചയായും പുന്നമടക്കായലിലുണ്ട്. പക്ഷേ അതിനേക്കാൾ വലിയ കണ്ണീർ കായലിലാണ് ഇന്ന് കേരളം. നമ്മുടെ പ്രിയപ്പെട്ട അർജുൻ്റെ മൃതശരീരവും വഹിച്ചുകൊണ്ടുള്ള വാഹനം അല്പസമയത്തിനുള്ളിൽ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ കണ്ണാടിക്കൽ ജംഗ്ഷനിലേക്ക് എത്തും. ഞാൻ നിൽക്കുന്ന ഈ ഫ്രെയിം അർജുന് വളരെ പ്രിയപ്പെട്ട ഒരിടമായിരുന്നു. അർജുൻ എപ്പോഴെല്ലാം ഒഴിവു സമയങ്ങൾ വന്നാലും അർജുൻ്റെ രാഷ്ട്രീയ യുവജന സംഘടന പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്ന അർജുൻ്റെ പ്രിയപ്പെട്ട കണ്ണാടിക്കലിലെ യുവജന ആർട്സ് ക്ലബ്ബിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെയാണ് അർജുൻ്റെ സുഹൃത്തുക്കൾ അർജുനോടൊപ്പം അർജുൻ്റെ ഒഴിവുവേളകൾ ചെലവഴിക്കാറ്. ഈ ആർട്സ് ക്ലബ്ബിൽ വരുമ്പോൾ അർജുൻ്റെ ഒരു സാന്നിധ്യം, വർഷങ്ങൾക്ക് മുമ്പ് അതിൻ്റെ ഭാരവാഹിത്വം ഒക്കെ വഹിച്ചിരുന്നയാളാണ്. ഈ നാടിൻ്റെ നന്മകൾക്കൊപ്പം കൂട്ടുചേർന്നിരുന്ന മനുഷ്യനാണ്. കണ്ണാടിക്കൽ ജംഗ്ഷൻ പ്രിയപ്പെട്ട അർജുനെ യാത്രയയക്കാൻ ഒരുങ്ങുമ്പോൾ ഞങ്ങൾക്ക് ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് തുടങ്ങിയത് സാധ്യമല്ലല്ലോ. എങ്കിലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ ഒരുമിച്ച് ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട അർജുനെ യാത്രയയക്കുകയാണ്. അതിനുവേണ്ടിയാണ് ഞങ്ങളെല്ലാവരും ഇന്നിപ്പോൾ കണ്ണാടിക്കലിൽ എത്തിയിട്ടുണ്ട്. അർജുൻ്റെ വീട്ടിൽ ഞങ്ങളുടെ പ്രതിനിധികളുണ്ട്, വാഹനത്തെ അനുഗമിച്ച പ്രതിനിധികളുണ്ട്. ഇപ്പോൾ അർജുൻ്റെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള വാഹനം പയ്യോളി പിന്നിട്ടിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ കണ്ണാടിക്കൽ ജംഗ്ഷനിലേക്ക് എത്തും. വലിയ ഒരു സമൂഹം ഇവിടെ കണ്ണാടിക്കൽ ജംഗ്ഷനിൽ തടിച്ചുകൂടിയിട്ടുണ്ട്. പലയിടങ്ങളിൽ നിന്ന് വന്ന മനുഷ്യർ, അർജുനെ സ്നേഹിക്കുന്ന മനുഷ്യർ, അർജുൻ്റെ തിരിച്ചുവരവിന് വേണ്ടി പ്രാർത്ഥനയോട് കാത്തിരുന്ന മനുഷ്യരാണ് എനിക്ക് ചുറ്റുമുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്ന അർജുൻ്റെ പ്രിയപ്പെട്ട യുവജന ആർട്സ് ക്ലബ്ബിൽ നിന്നും നമ്മളുടെ ഭാരവാഹികൾ അല്പസമയത്തിനുള്ളിൽ ചേരും. അർജുനോടൊപ്പം ഉണ്ടായിരുന്ന ആളുകൾ, അർജുൻ്റെ ബന്ധുക്കൾ, അർജുൻ്റെ സുഹൃത്തുക്കൾ എല്ലാവരും അടങ്ങുന്നൊരു വലിയ സമൂഹം, ഒരു അർജുൻ്റെ പൗരാവലി അർജുനെ യാത്രയയക്കാൻ കണ്ണാടിക്കൽ ജംഗ്ഷനിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് അവരുടെയൊക്കെ പ്രതികരണങ്ങൾ എടുക്കാം. അല്പസമയത്തിനുള്ളിൽ സതീഷ് കൃഷ്ണസെയിൽ അടക്കമുള്ളവർ ഇവിടേക്ക് എത്തിച്ചേരും. ഈശ്വർ മാൽപ്പയും അർജുൻ്റെ ഭൗതിക ശരീരത്തെ അനുഗമിക്കുന്നുണ്ട്. വലിയ ഒരു തിരച്ചിലായിരുന്നു. 70-71 ദിവസം നീണ്ടുനിന്ന തിരച്ചിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത വിധം നാം കണ്ട തിരച്ചിലാണ്. ആ തെരച്ചിലിനൊടുവിലാണ് നമ്മുടെ പ്രിയപ്പെട്ട അർജുൻ്റെ ചേതനയേറ്റ ശരീരം നമുക്ക് വീണ്ടും കിട്ടുന്നത്. അതും തിരിച്ചറിയാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ ഗംഗാവലി പുഴ അടിത്തട്ടിൽ ഒളിപ്പിച്ച അർജുൻ്റെ മൃതശരീരം വീണ്ടെടുക്കുമ്പോൾ അതിനു പിന്നിൽ ഒട്ടേറെ ആളുകളുടെ പരിശ്രമങ്ങളുണ്ട്, ഒരുപാട് പേരുടെ പ്രാർത്ഥനകളുണ്ട്, ആകാംക്ഷാഭരിതമായ കാത്തിരിപ്പുകളുണ്ട്. ആ കാത്തിരിപ്പുകൾക്കൊക്കെ ശേഷം നമ്മൾ അർജുൻ്റെ ഭൗതിക ശരീരം കണ്ടെത്തി ഒടുവിൽ വീട്ടിലേക്ക് ഇന്ന് എത്തിക്കുന്നു. നമ്മളോടൊപ്പം ഇപ്പോൾ MP എത്തിയിട്ടുണ്ട്. MP രാഘവൻ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക്, അർജുൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. പ്രേക്ഷകർക്ക് ആ ദൃശ്യങ്ങളിൽ വേണമെങ്കിൽ കാണാം. എനിക്കിവിടെ നിന്ന് ഈ കണ്ണാടിക്കൽ ജംഗ്ഷൻ്റെ മുകളിൽ, ജംഗ്ഷനിലെ ആർട്സ് ക്ലബിൻ്റെ മുകളിൽ നിന്ന് ഈ കാഴ്ച കാണാൻ സാധിക്കും. ആ വാഹനത്തോടൊപ്പം MP രാഘവനുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക്, അർജുൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അല്പസമയത്തിനുള്ളിൽ അവിടേക്ക് എത്തിച്ചേരും. നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രതികരണം വീട്ടിൽ നിന്ന് എടുക്കാവുന്നതാണ്. ഒരുപക്ഷെ കേരളം ഇങ്ങനെയൊരു മനുഷ്യന് വേണ്ടി ഇത്രയും കാത്തിരുന്നിട്ടുണ്ടാവില്ല എന്ന് തന്നെ പറയാം. ഞാൻ പലപ്പോഴും ആ കാത്തിരിപ്പിൻ്റെ വേളയിൽ പ്രേക്ഷകരോട് പറഞ്ഞിട്ടുള്ളതുപോലെ ഒരു നാട് വീടായി മാറുന്ന അപൂർവമായ കാഴ്ചയ്ക്കാണ് കേരളം സാക്ഷ്യം വഹിച്ചത്. ആ കാഴ്ചയുടെ ഏറ്റവും ഒടുവിലത്തെ അധ്യായത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കണ്ണാടിക്കൽ ജംഗ്ഷനിൽ അർജുൻ്റെ പ്രിയപ്പെട്ട ക്ലബ്ബിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇപ്പോൾ അർജുൻ്റെ വാഹനം പയ്യോളി പിന്നിട്ടിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ കണ്ണാടിക്കൽ ജംഗ്ഷനിലേക്ക് എത്തും. എനിക്കൊപ്പം ഇവിടെ VS രഞ്ജിത്തുണ്ട്. ഈ ജംഗ്ഷനിൽ തന്നെ MM രാകേഷുണ്ട്. സാനിയോ മനോമി അർജുൻ്റെ വീട്ടിൽ നിന്നും തത്സമയം ചേരുന്നുണ്ട്. നിരവധി ആളുകൾ ഇപ്പോൾ ഈ വിലാപയാത്ര കടന്നു വന്ന വഴികളിൽ തങ്ങളുടെ പ്രിയപ്പെട്ട അർജുന് അന്ത്യാഭിവാദ്യങ്ങൾ അർപ്പിക്കാനും അന്ത്യാഞ്ജലി അർപ്പിക്കാനുമായി നിറക്കണ്ണുകളോടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അഴിയൂരിൽ മന്ത്രി AK ശശീന്ദ്രനാണ് മൃതദേഹം ഏറ്റുവാങ്ങിയത്. ജനപ്രതിനിധികളും രക്ഷാപ്രവർത്തകരും നാട്ടുകാരും ലോറി തൊഴിലാളികളും അടക്കം തങ്ങളുടെ പ്രിയപ്പെട്ട അർജുന് ഒരു യാത്രാമൊഴി നൽകാൻ വേണ്ടി പലയിടങ്ങളിലേക്കും തിങ്ങിക്കൂടുന്ന കാഴ്ചയാണ്. ജന്മനാട്ടിലേക്കുള്ള മടക്കയാത്രയെ ഒരു വലിയ പൗരാവലി തന്നെ അനുഗമിക്കുന്നുണ്ട്. 7:30 നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ കണ്ണാടിക്കൽ ജംഗ്ഷനിലേക്ക് എത്തിച്ചേരും എന്ന് പ്രതീക്ഷിച്ചിരുന്നതാണ്. നമുക്ക് നോക്കാം. അർജുൻ കല്യാട് വാഹനത്തെ അനുഗമിച്ച് തന്നെ ഉണ്ട്. ഒരു വലിയ പൗരാവലി ഇപ്പോൾ കണ്ണാടിക്കൽ ജംഗ്ഷനിലും തടിച്ചുകൂടിയിട്ടുണ്ട്. വിവിധ ദേശങ്ങളിൽ നിന്ന് വന്നവർ, രാവിലെ വന്നവർ പലരും പറയുന്നുണ്ടായിരുന്നവർ വയനാട്ടിൽ നിന്ന് ചുരമിറങ്ങി വന്ന മനുഷ്യരുണ്ട്, കണ്ണൂരിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് വന്നവരുണ്ട്, കോഴിക്കോടിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് വന്നവരുണ്ട്. അവരൊന്നും ജീവിതത്തിൽ ഇന്നേവരെ അർജുനെ നേരിട്ട് കണ്ടവരോ നേരിട്ട് സംസാരിച്ചവരോ അല്ല എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ അർജുനെ യാത്രയയക്കുന്ന ഈ അന്ത്യയാത്രാവേളയിൽ അർജുനോടൊപ്പം, അർജുനെ യാത്രയയക്കാൻ വേണ്ടി അർജുൻ്റെ കുടുംബത്തിനോടൊപ്പം ചേരാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്ന മനുഷ്യരുണ്ട്. 8 മുതൽ അർജുൻ്റെ വീട്ടിൽ 1 മണിക്കൂർ പൊതുദർശനം ഉണ്ടാവും. തുടർന്നാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. അർജുൻ